ആളുകൾ റോഡിൽ കൂടെ പോകുമ്പോൾ മെഗാഫോൺ എടുത്തു വെച്ച് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു എന്നൊക്കെയുള്ള വേദവചനങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന സ്വഭാവം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. 1970 മെയ് മാസത്തിലൂടെ കാനഡയിൽ കടന്നു കാലത്ത് യുവജനങ്ങളെ അവരവരുടെ ഇഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതായ ഈ കാലയളവിൽ നമ്മൾ നമ്മുടെ തലമുറയെ ദൈവവേലയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുകയും വാർത്തെടുക്കുകയും ചെയ്യാൻ മാതാപിതാക്കൾ ധാരാളം ശ്രമിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഗ്രേസ് സാമുവൽ. പക്ഷേ എല്ലാവരും എന്നെ വിളിക്കുന്നത് കുഞ്ഞുമോളെന്നാണ് വീട്ടിലറിയപ്പെടുന്നതും മറ്റുള്ളവർ അറിയപ്പെടുന്നതും. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ദൈവിക മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുന്നതിനിടയായി. എൻ്റെ പിതാവ് ചർച്ച് കോട്ടിലെ ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഞാൻ ചെറുതായിരുന്ന കാലത്ത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററും പിന്നെ വാരിയാപുരം സ്ഥലം സഭയുടെ ചുമതലയും എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ഭവനത്തിൽ എനിക്ക് 3 മൂത്ത സഹോദരങ്ങളും ഒരു സഹോദരനുമാണ് ഉള്ളത്. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ ചെറിയ പ്രായത്തിൽ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഇടയായിത്തീർന്നു. എൻ്റെ മാതാവ് ഞങ്ങളെ ധാരാളം ദൈവവചനങ്ങൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുന്നതിനിടയായിത്തീർന്നു. എനിക്ക് ഓർമ്മയിലും സന്തോഷവും എൻ്റെ ജീവിതത്തെ നടത്തിയ ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം, മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്കിതൊക്കെയും ലഭിക്കും എന്നുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹവും സന്തോഷവുമാണ്. കാരണം നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും. എന്ത് ഭക്ഷിക്കണം, എന്ത് ഉടുക്കണം, ഇതൊക്കെ ദൈവം നമ്മളെ കുറിച്ച് കരുതുന്നല്ലോ എന്നുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് വളരെ സന്തോഷവും അനുഗ്രഹകരമായിരുന്നു. ഞങ്ങൾ വാരിയാപുരം എലന്തൂര് ചർച്ചില്ലാഞ്ഞത് കൊണ്ട് ഞങ്ങൾ വാരിയാപുരം ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതും ആദ്യ കാലങ്ങളിൽ സൺഡേ സ്കൂൾ പഠിച്ചതുമെല്ലാം. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രൈമറി സ്കൂളും മിഡിൽ സ്കൂളും ഞാൻ എലന്തൂർ പഠിച്ചു. അത് കഴിഞ്ഞ് ഹൈസ്കൂളും കോളേജും ഞാൻ പത്തനംതിട്ട പഠിച്ചു. BSc പാസ്സായി കഴിഞ്ഞപ്പോൾ ഇനിയും MScക്ക് പോകാം. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും കോളേജിൽ ഒരു ജോലി കിട്ടി അങ്ങനെ പോകണമെന്നൊരു ചെറിയ ചിന്തയും പ്ലാനും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എൻ്റെ മൂത്ത സഹോദരങ്ങൾ 2 സഹോദരിമാരും വെളിദേശങ്ങളിലായിരുന്നു. ഒരാൾ സൗദി അറേബ്യയിലും ഒരാൾ കുവൈറ്റിലും ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ പോകാനുള്ളതായ ഒരു ചെറിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അതിനുവേണ്ടി ഞാൻ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുകയും അത് കഴിഞ്ഞ് അവിടെ ഞാൻ ജോലി 1 വർഷം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നതും അതിനുശേഷം ഞാൻ കാനഡയിലേക്ക് കടന്നു വരുന്നതും. ഞാൻ 9-ാം വയസ്സിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിനിടയായി. അതിനുള്ള കാരണം വാരിയാപുരം യോനാച്ചൻ എന്ന് പറയുന്ന ആളിനെ മിക്കവാറും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരൻ PS സാമുവൽ എന്ന് പറയുന്ന ആൾ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി വളരെ പ്രവർത്തിച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹം. വർഷം തോറും വാരിയാപുരത്ത് വന്ന് സ്പെഷ്യൽ മീറ്റിങ്ങുകൾ നടത്തുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ വെച്ചാണ് ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. ആ കാലങ്ങളിൽ നാട്ടിൽ പെന്തിക്കോസുകാർ കുറവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് ഞങ്ങളുടെ എലന്തൂര് ഞങ്ങളൊരു കുടുംബം മാത്രമേ ഉള്ളായിരുന്നു.
പെന്തിക്കോസിൽ എൻ്റെ പിതാവ് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി എൻ്റെ മാതാവും പിതാവും ധാരാളം പ്രാർത്ഥിക്കുകയും ആക്ച്വലി ഞാനും എൻ്റെ സഹോദരനും കൂടി ചേർന്ന് ആളുകൾ റോഡിൽ കൂടെ പോകുമ്പോൾ മെഗാഫോൺ എടുത്തു വെച്ച് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു എന്നൊക്കെയുള്ള വേദവചനങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന സ്വഭാവം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ദൈവം ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുകയും ഇപ്പോൾ അവിടെ ധാരാളം വിശ്വാസികളും ചർച്ചസും എല്ലാം ഞങ്ങളുടെ ദേശത്ത് ഉണ്ട്. ആത്മീയമായിട്ട് ആൾക്കാർക്ക് വളരെ സന്തോഷമായിരുന്നു. സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാലത്തെ അപേക്ഷിച്ച് എൻ്റെ ചിന്തയിൽ ആ കാലത്ത് വളരെ സ്നേഹമായിരുന്നു. ഭൗമികമായിട്ട് മനുഷ്യർക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു എങ്കിലും എല്ലാവരുടെയും വീടുകളിൽ മറ്റുള്ളവർ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നതായ സ്വഭാവം ആ നാളുകളിലുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളും ധാരാളം പാസ്റ്റേഴ്സിനെയും വിശ്വാസികളെയും ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും സൽക്കരിക്കുകയും എല്ലാം ചെയ്തതായ എൻ്റെ ഓർമ്മ ഞാൻ ചെറുതായിരുന്ന കാലത്ത് ധാരാളമുണ്ട്. അതുപോലെ ആ സ്വഭാവം അവർ ഞങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിലും എനിക്കും ചെയ്യാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഭവനത്തിലും കേരളത്തിലുള്ള ധാരാളം ദൈവദാസന്മാർ വരുന്നതിനും അവരെ സ്വീകരിക്കുന്നതിനും സൽക്കരിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചർച്ച് ഓഫ് ഗോഡെന്നോ IPC-എന്നോ അസംബ്ലീസ് ഓഫ് ഗോഡെന്നോ എന്നോ യാതൊരു വ്യത്യാസമില്ല. ആദ്യകാലത്തിലെ ദൈവദാസന്മാരെല്ലാം വന്നിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ TM വർഗീസ് സാറ്, പിന്നെ പാസ്റ്റർ AV എബ്രഹാം, പിന്നെ ദൈവദാസന്മാർ പലരും വന്നിട്ടുണ്ട്. അതുപോലെ IPC-യിലെ ആണെങ്കിൽ പാസ്റ്റർ PM ഫിലിപ്പ്, പിന്നെ അതുപോലെ ഗുഡ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് CV മാത്യു, മാത്യു സാറ്, പലരും ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ സൂപ്രണ്ടന്മാർ, ധാരാളം പേര്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അനുഗ്രഹമായിരുന്നു. അവർ വരുന്നതും താമസിക്കുന്നതും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതും എല്ലാം. ആദ്യകാലങ്ങളിലെ പോലെയുള്ള ഒരു കൂട്ടായ്മ ഈ കാലത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാളുകളിൽ ഭൗമികമായിട്ടും ദൈവം നമ്മളെയൊക്കെ ധാരാളം അനുഗ്രഹിച്ചു. അപ്പോൾ ആദ്യകാലത്തെ ആ സാക്രിഫൈസസ് ഒക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മളതിൽ കൂടുതൽ സംബന്ധിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാനുള്ളതായ ഒരാഗ്രഹം നമ്മളിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കാനഡയിൽ വരാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. കാരണം എൻ്റെ സഹോദരങ്ങൾ മിഡിൽ ഈസ്റ്റിലായിരുന്നത് കൊണ്ട് അവിടെ പോകണമെന്നുള്ള ഒരാഗ്രഹം ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു പഠിത്തം കഴിഞ്ഞപ്പോൾ. എന്നാൽ ഞാൻ പഠിത്തം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ വിവാഹം 1970 നടക്കുന്നത്. 1970 എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ അന്ന് അധികം സമയം എടുത്തില്ല വിസ കിട്ടാൻ വേണ്ടി. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 1970 മെയ് മാസത്തിൽ ഇവിടെ കാനഡയിൽ കടന്നു വന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ ഈ സ്ഥലം നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ 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 ദൂരെയായിരുന്നു. നമുക്ക് ലോകത്തിൻ്റെ വേറെ ഏതോ അറ്റത്ത് പോയ ഒരു പ്രതീതി. കാരണം ഞാനിവിടെ വന്നപ്പോൾ എല്ലാം വളരെ വ്യത്യാസമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മുടെ ആൾക്കാർ ഒരാൾ പോലും ഇല്ലായിരുന്നു. നമ്മുടെ സ്കിൻ കളറുള്ള ഒരാളെ കണ്ടു കിട്ടാൻ ഞാൻ 3 മാസം ഇവിടെ താമസിച്ചു. യാത്ര ചെയ്തിട്ട് ഒറ്റ മനുഷ്യരെ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാം ആ നാളുകളിൽ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഇംഗ്ലീഷുകാരോ അല്ല യൂറോപ്യൻസോ ആയിരുന്നു. നമ്മുടെ ആൾക്കാരോ വേറെ രാജ്യക്കാരോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ ടൊറൻറ്റോയിലാണ് ആദ്യം ലാൻഡ് ചെയ്തത്. ടൊറൻറ്റോയിൽ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനുള്ളത് കൊണ്ട് അവരുടെ കൂടെ താമസിച്ചതിന് ശേഷം ഞങ്ങളിവിടെ വിൻസർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. വിൻസർ ഏകദേശം ടൊറൻറ്റോയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്യണം. 3.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വെസ്റ്റിലോട്ടാണ്, ടൊറൻറ്റോയുടെ വെസ്റ്റിലോട്ടാണ് വരുന്നത്.
ഞാനിവിടെ വിൻസറിൽ വന്നപ്പോൾ വിൻസർ അത്ര വലിയ പട്ടണമല്ല ടൊറൻറ്റോയിലെ പോലെ, എന്നാലും കാനഡയിലെ ഒരു നല്ല പട്ടണമാണ് വിൻസർ. ഇവിടെ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ സെറ്റിൽ ചെയ്തു. എല്ലാവരും പുതുതായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും അപ്പാർട്ട്മെൻറ്റിൽ താമസം തുടങ്ങി. അന്ന് വിൻസർ പട്ടണം ചെറുതായിരുന്നെങ്കിലും കാനഡയിലെ ഒരുമാതിരി നല്ല ഒരു സിറ്റി ആയിരുന്നു. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ വീടുകളോ കെട്ടിടങ്ങളോ 4 ലൈൻ റോഡുകളോ ഒന്നും ആ നാളുകൾ ഇവിടെ ഇല്ലായിരുന്നു. ഷോപ്പിംഗ് മോൾ തന്നെ ഒന്നും ഇല്ലായിരുന്നു. കടകളൊക്കെ ഇപ്പോഴുള്ളതിനേക്കാളും ചെറുതായിരുന്നു. ഗ്രോസറി സ്റ്റോറുകൾ, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളെല്ലാം ചെറുതായിരുന്നു ആ കാലത്ത്. അതുമാത്രമല്ല, നമ്മൾ ഗ്രോസറി സ്റ്റോറിൽ പോയാൽ നമുക്ക് പരിചയമുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. ഈ സ്ഥലത്ത് നമുക്ക് നാട്ടിലെ സ്പൈസസോ നാട്ടിലുള്ള വെജിറ്റബിൾസോ ഒന്നും നമുക്ക് ലഭ്യമല്ല ആ കാലങ്ങളിൽ. അതുകൊണ്ട് ആദ്യ നാളുകളിൽ എനിക്ക് അല്പം പ്രയാസമുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കുറച്ച് സ്പൈസസൊക്കെ കൊണ്ടുവന്നു. അതുമാത്രമല്ല, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വെജിറ്റബിളുകൾ ക്യാബേജ് ഒഴിച്ച് ബാക്കി സാധനങ്ങളൊന്നും നമുക്കിവിടെ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് കാലങ്ങളിൽ ഭക്ഷണ കാര്യത്തിൽ പ്രയാസങ്ങളായിട്ടുണ്ടായിരുന്നു എന്ന് പറയാം നമുക്ക്. എന്നാലും നമ്മൾ ഏതൊരു പുതിയ രാജ്യം എന്നാലും ആ രാജ്യത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളതായ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാനും ആദ്യകാലങ്ങളിൽ സർവൈവ് ചെയ്യുവാനിടയായി തീർന്നു. ആദ്യകാലത്ത് നാട്ടിലെ ഭക്ഷണം കഴിപ്പാനും നാട്ടിലെ ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്യാൻ ഞങ്ങളൊക്കെ പുതിയതായിരുന്നു, ചെറുപ്പമായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വലുതായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയാൻ പാടില്ലായിരുന്നു. നാട്ടിൽ നിന്ന് ആരെങ്കിലും വളരെ ചുരുക്കമായിട്ട് ആരെങ്കിലും നാട്ടിൽ പോവുകയോ നാട്ടിൽ നിന്ന് വരികയോ ചെയ്യുന്നുള്ളായിരുന്നു. എന്നാൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവർ കുറച്ച് കരിയാപ്പല ഉണക്കിക്കൊണ്ട് വരികയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ അവർ കൊണ്ടുവരും ഇവിടെ. കാരണം ഈ ദേശത്തെങ്ങും നമുക്ക് നമ്മുടെ നാടൻ യാതൊരു സാധനങ്ങളും കിട്ടത്തില്ല. ഇപ്പം വരുന്നവർക്ക് യാതൊരു പ്രയാസമില്ല. നമ്മൾ ഏതാണ്ട് നാട്ടിൽ പോകുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ്. ഈവൻ ഗ്രോസറി സ്റ്റോറിൽ പോലും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടും. ആ കാലങ്ങളിൽ നമുക്ക് തൈരെന്ന് പറയുന്ന ഒരു സാധനം ഈ ദേശത്തെങ്ങും ഇല്ലായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് തൈര് ലഭിക്കുന്നത് ആരോ ഒരാൾ ഇന്ത്യയിൽ നിന്ന് അല്പം തൈരിൻ്റെ ഉറ കൊണ്ടുവന്ന് ആരോ തൈരുണ്ടാക്കി അത് പിന്നെ ദേശക്കാർക്കൊക്കെ അത് പല സിറ്റിയിലുള്ളവർക്ക് ഇങ്ങനെ മാറി മാറി കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യകാലത്ത് ഈ ദേശത്ത് തൈരുണ്ടാക്കുന്നത്. അത് ഒരു മിറക്കിൾ തന്നെ എന്ന് പറയാം. അത് വർഷങ്ങളോളം ഞങ്ങൾ കൊണ്ട് നടന്നു. ആ സെയിം ഒറിജിനലായിട്ടുള്ളത് പിന്നെ പലർക്കായിട്ട് കൊടുത്തു. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തും അവരെ യോഗോട്ടിൻ്റെ അല്ലെങ്കിൽ തൈരിൻ്റെ ഗുഡ്നെസ് മനസ്സിലാക്കി ഇപ്പം ധാരാളം ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും നമുക്കിവിടെ ലഭിക്കും. ആദ്യകാലത്ത് നമ്മൾ ഈ രാജ്യം പ്രത്യേകിച്ച് വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ ഭാഷ ഞാൻ വന്ന കാലം 1970 നമ്മുടെ ഭാഷ കേൾക്കാനൊക്കെ തല്ല. കാരണം റേഡിയോയോ ടെലിവിഷനോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ വന്നൊരു 4 വർഷം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ അവരൊരു മലയാളം കാസറ്റ് കൊണ്ടുവന്നു. ആ കാസറ്റിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പി ലീല പാടി ഒരു പാട്ട്. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, നമ്മൾ ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? കാരണം 4 വർഷം യാതൊരു പാട്ടോ നമ്മുടെ ഭാഷയോ കേൾക്കാതിരുന്നിട്ട് ആ കാസറ്റ് ടൈപ്പ് കേട്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. നമ്മുടെ ഭാഷയുടെ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഭാഷ പറയുന്നവർ എവിടെ പോയാലും ഉണ്ട്. നമ്മുടെ ദൈവസഭകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്ക് നാട്ടിലെ ഒരു ആരാധന കൂടണമെങ്കിൽ
നമുക്ക് എങ്ങോട്ട് പോയാലും അതെല്ലാം ഉണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ദൈവം നമ്മളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ദേശത്തെ കൊണ്ടുവന്നതിനാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വിവാഹം 1970 എന്ന്. എൻ്റെ ഭർത്താവ് ജനിച്ചു വളർന്നത് ആന്ധ്രാപ്രദേശിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ IPCയുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൽ ഒരാളായ അപ്പോസ്തൽ PM സാമുവലാണ്. അദ്ദേഹം കേരളത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശത്ത് പോവുകയും അവിടെ സുവിശേഷ വേലയിൽ മരിക്കുന്നത് വരെ പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം ആന്ധ്രയിൽ പോയ സമയത്ത് അവിടെ വിശ്വാസികളോ പെന്തിക്കോസുകാരോ ആരുമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ ധാരാളം ചർച്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനിടയായി. അദ്ദേഹം ആന്ധ്രാപ്രദേശ് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രാവശ്യം പോയി സുവിശേഷം അറിയിക്കുന്നതിനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ജോൺ സാമുവലാണ് എൻ്റെ ഭർത്താവ്. അപ്പം ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ കാനഡയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാനും കാനഡയ്ക്ക് വന്നത്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം വിൻസറിൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയും ഇവിടെ അദ്ദേഹം ജോലി ചെയ്യുകയും ചെയ്തു. ഞാൻ വന്നപ്പോൾ എനിക്കിവിടെ ജോലി ലഭിക്കുന്നതിനിടയായില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള കോളേജിൽ പോയി 3 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ജോലി ലഭിക്കുന്നതിനിടയായി തീർന്നു. ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മകനും പിന്നെ ഒരു മകളും പിന്നെ ഒരു മകനും, അങ്ങനെ 2 ആണും 1 പെണ്ണും. അവരെ 3 പേരെയും ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നതിന് ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തീർന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹം കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കണം. കാരണം എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ മാതാവ് എന്നെ ധാരാളം ദൈവവചനം ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പ്രായമായാൽ വാക്യങ്ങൾ പഠിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ മൂത്ത മകനെയൊക്കെ ആദ്യം 34 സങ്കീർത്തനവും 104 സങ്കീർത്തനവും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും, നീ അത് പഠിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് $1 തരാം, പഠിച്ച് എന്നോട് പറയുകയാണെങ്കിൽ. അങ്ങനെ ധാരാളം വാക്യങ്ങളും ചാപ്റ്റേഴ്സും അവരുടെ ചെറിയ പ്രായത്തിൽ കാണാൻ പഠിക്കുന്നതിനിടയായി തീർന്നു. അവരെല്ലാവരും 3 പേരും ചെറുപ്പത്തിൽ തന്നെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും യേശുവിനെ ജലത്തിൽ സാക്ഷിക്കുന്നതിനും അവർക്ക് 3 പേർക്കും ഇടയായി തീർന്നു. അവരുടെ വിദ്യാഭ്യാസമെല്ലാം ഇവിടെ നടന്നു. കൊച്ചുമോൻ അമേരിക്കയിൽ പോയി പഠിച്ചു. അവരുടെ പഠനത്തിന് ശേഷം അവർക്ക് ജോലി ലഭിച്ചതിന് ശേഷം അവർ 3 പേരും വിവാഹിതരായി തീർന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് 6 മക്കളും 7 കൊച്ചുമക്കളും ഉണ്ട്. അവർ ദൈവത്തിൻ്റെ കരുണയാൽ ഇപ്പോഴും ദൈവത്തെ സേവിച്ച് മുന്നേറുന്നു. ഞങ്ങളുടെ മകനും ഇളയ മകനും കുടുംബവുമായിട്ടിപ്പം USA താമസിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒന്ന്, ഞങ്ങളുടെ മൂത്ത മകന് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അവൻ അവിടാണ് വളർന്നത്. അവൻ 6 മാസമുള്ളപ്പോൾ ഞങ്ങൾ അവനെ ആ ചർച്ചിൽ കൊണ്ടുപോയതാണ്. അവിടെ അവന് സൺഡേ സ്കൂൾ പഠിക്കുകയും അതിനുശേഷം യൂത്ത് വർക്കറായിട്ട് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം സെക്യുലർ ജോബ് ചെയ്തു. എങ്കിലും ദൈവത്തിൻ്റെ വിളി ഉണ്ടായി. 6 വർഷത്തിന് മുമ്പ് അവന് കുടുംബമായിട്ട് അവനും ഭാര്യയും 3 കുഞ്ഞുങ്ങളും കൂടെ സഭയുടെ ചുമതലയേറ്റ് ഇപ്പോൾ സുവിശേഷ വേലയിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഈ കാലത്ത് യുവജനങ്ങളെ അവരവരുടെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുന്നതായ ഈ കാലയളവിൽ നമ്മുടെ തലമുറയെ ദൈവവേലയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുകയും വാർത്തെടുക്കുകയും ചെയ്യാൻ മാതാപിതാക്കൾ ധാരാളം ശ്രമിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ പണം മാത്രമല്ല, കുഞ്ഞുങ്ങളെ പഠിക്കണം,
അവർ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ അവരും സുവിശേഷ വേലയിൽ മുന്നേറണമെന്നുള്ളത് നമ്മുടെ ഒരു ഗോളായിട്ടും നമ്മുടെ ഒരു മിഷനായിട്ടും എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യം ഉണ്ട്. 50 വർഷം മുമ്പേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടായ്മയോ നമ്മുടെ ആൾക്കാരോ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നമ്മുടെ ആൾക്കാരെ കാണാനും നമ്മുടെ കൂട്ടായ്മ അനുഭവിക്കാനും വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത് PCNAC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ കൂട്ടായ്മ വരികയും അതിന് കടന്നുപോയി സന്തോഷം അനുഭവിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാനഡയിൽ അങ്ങനെയുള്ള കൂട്ടായ്മ വളരെ കുറവായിരുന്നു. സഭകളോ കൂട്ടായ്മയോ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയോ യാതൊന്നും ഈ ദേശത്ത് അന്നില്ലായിരുന്നു. എന്നാൽ ഇവിടുത്തെ കൂട്ടായ്മ ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നതായ ആ ചർച്ച് അന്ന് കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മിഷനറി ആയിട്ട് വന്ന ഒരു മിഷനറി ആയിരുന്നു ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ചർച്ചിൻ്റെ പാസ്റ്റർ. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടതും ആ ചർച്ചിൽ പോയതും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം എൻ്റെ പിതാവിനെ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ പാസ്റ്റർ ഒരു ഗ്രാൻഡ് ഫാദറിനെ പോലെ വരികയും അവരുടെ ബർത്ത്ഡേക്ക് വന്ന് വിഷ് ചെയ്യുകയും പിന്നെ ഞങ്ങൾ ക്രിസ്മസും താങ്ക്സ് ഗിവിങ്ങും അങ്ങനെയൊക്കെ എല്ലാം ആ പാസ്റ്ററുടെ വീട്ടിൽ പോവുക. അവർ ഞങ്ങളെ മക്കളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം മിസ്സിങ് ആയിട്ട് തോന്നിയില്ല പേരൻസിനെ ആ സമയത്ത്. എന്നാൽ ചർച്ച് അന്ന് ഞങ്ങൾക്ക് സൺഡേ മോർണിംഗ്, സൺഡേ ഈവനിങ് സർവീസ്, പിന്നെ വെനസ്ഡേ ബൈബിൾ സ്റ്റഡി, പിന്നെ ലേഡീസ് മീറ്റിംഗ്, അങ്ങനെ പലവിധമായിട്ടുള്ള കൂട്ടായ്മകൾ ചർച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. എനിക്ക് ആത്മീയമായിട്ട് വളരെ ഉത്സാഹം ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് ചർച്ചിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതും ഇവിടെയുള്ള ഇംഗ്ലീഷ് ചർച്ചിൽ പോയതിന് ശേഷമാണ്. സ്പെഷ്യൽ മീറ്റിങ്ങുകൾ അവർ വയ്ക്കുകയും പ്രാർത്ഥനാ കൂടിവരവുകൾ വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ പോവുകയും കാണുകയും അറ്റൻഡ് ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടിവരവ് ഞാൻ അധികം മിസ് ചെയ്തു എന്ന് പറയാൻ ആ കാലത്തൊക്കത്തില്ല. കാരണം എക്സ്പെക്റ്റേഷൻ അങ്ങനെ ആയിരുന്നത് കൊണ്ട്, വേറെ സാഹചര്യമില്ലല്ലോ. അതുകൊണ്ട് ആ നാളുകളിൽ വിശ്വാസികൾ ഇവിടെ ഉള്ളവരും സിൻസിയറായിരുന്നു, സിൻസിയർ ആൾക്കാരാണ്. ഇവിടെ ഉള്ളവർക്ക് എൻ്റെ ഒപ്പീനിയനിൽ കപടഭക്തിയില്ല. അവർ ഭക്തിയുണ്ടേ ഭക്തി ഇല്ലെങ്കിൽ ഭക്തിയില്ല. അല്ലാതെ ഭക്തി പ്രിറ്റൻഡ് ചെയ്യുന്ന സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആത്മീയമായ സന്തോഷമുണ്ട്. കാരണം അവർ ആരാധിക്കുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. അതുമാത്രമല്ല, ഇവിടെയുള്ള മനുഷ്യർ ആ നാളുകളിൽ വളരെ മോറൽ ഉള്ള മനുഷ്യരായിരുന്നു. നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് വെച്ചേച്ച് പോയാൽ നമ്മൾ തിരിച്ചു വരുന്നത് വരെ അവിടെ ഇരുന്നോളും. അഥവാ ഏതെങ്കിലും നമുക്ക് നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്താൽ അവർ നമുക്കത് കൊണ്ടുവന്ന് ഈവൻ തിരിച്ചു തരുമായിരുന്നു. അതുപോലെ നമ്മളൊരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും മനുഷ്യർ വളരെ പൊളൈറ്റായിരുന്നു. ബാങ്കിലൊക്കെ ഇവിടെ വന്നതിന് ശേഷം പോയപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും നല്ല മനുഷ്യരല്ല. എൻ്റെ ഭർത്താവ് എന്നോട് എപ്പോഴും പറയുന്നത്, നിനക്ക് 3 വേർഡ്സ് മാത്രം പഠിച്ചാൽ മതി. ആദ്യം നീ മനുഷ്യരെ കാണുന്ന കാര്യം ചോദിക്കുന്നതിന് മുമ്പ് എക്സ്ക്യൂസ് മീ എന്ന് പറയണം. അത് കഴിയുന്ന ഉടനെ എന്തുവാ നമ്മുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവസാനം താങ്ക് യു അല്ല പ്ലീസ് പറഞ്ഞിട്ട് പിന്നെ അവസാനം കാര്യം സഹായിക്കുമ്പോൾ താങ്ക് യുവും കൂടെ പറഞ്ഞെങ്കിൽ പോന്നാൽ മതി. ആ 3 വാക്കുകളുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഏത് കാര്യവും നമുക്ക് സാധിക്കാമെന്ന് അദ്ദേഹം എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു. അത് ഞാൻ എവിടെ ചെന്നാലും എനിക്ക് അത് വളരെ സൗകര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഈവൻ നമ്മളൊരു കാര്യം ഒരു മനുഷ്യരോട് ഇവിടുത്തുകാരോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയും എക്സ്ക്യൂസ് മീ എന്ന്, എന്നോട് ക്ഷമിക്കണമെന്ന് ചോദിച്ചാ ആദ്യം നമ്മൾ കാര്യം സാധിക്കുന്നത്. മനുഷ്യർ വളരെ പൊളൈറ്റായിരുന്നു, വളരെ
ഡീസൻറ്റും പൊളൈറ്റുമായിരുന്നു. നമ്മൾ ആ കാലത്തൊക്കെ നമ്മളിവിടെ ചെന്നാൽ ഈ ആണുങ്ങളൊക്കെ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുമായിരുന്നു. ഈ കാലത്ത് നമുക്ക് അങ്ങനെയുള്ള സഹായങ്ങളില്ല. അത് ഇപ്പോഴത്തെ സോഷ്യൽ സിറ്റുവേഷനായി പോയത് കൊണ്ട് മനുഷ്യർ നമ്മളെ സഹായിക്കുക എന്നുള്ളത് ഇവിടുത്തുകാരുടെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മുടെ മനുഷ്യർക്കുമൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവം വന്നിരുന്നു എങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വന്ന കാലത്ത് ചർച്ചിൽ പോകുന്നത് മനുഷ്യർ വളരെ ഡീസൻ്റായിട്ടാണ്. അത് അവർക്ക് സൺഡേ ബെസ്റ്റ് എന്ന് പറയും. അവരുടെ വസ്ത്രത്തിൽ ഏറ്റവും ബെസ്റ്റാണ് അവർ സൺഡേയിലേക്ക്. ആണുങ്ങളെല്ലാം സൂട്ടും സ്ത്രീകളെല്ലാം നല്ല ഡ്രസ്സ്. അന്ന് സ്ത്രീകളാരും പാൻ്റ് ഇടത്തില്ലായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഡ്രസ്സ് അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആയിരുന്നു. അത് മാത്രവുമല്ല അവർക്ക് നല്ല ഹാറ്റും ഉണ്ടായിരുന്നു. അന്ന് അവരെല്ലാം നല്ല നല്ല ഡ്രസ്സ് ചെയ്ത് നല്ല ഡീസൻ്റായിട്ടായിരുന്നു അന്ന് സൺഡേയിൽ പോയിക്കൊണ്ടിരുന്നത്. അവരെ കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു. മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ തന്നെ പറയും ഇത് സൺഡേ ഡ്രസ്സാണ് എന്നുള്ളത്. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാവരും വളരെ ഡീസൻ്റായിട്ടാണ് അന്ന് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല 1970s ഇവിടെ സൺഡേ ഹോളിഡേ ആയിരുന്നു. സൺഡേ അവർ പറയുന്നത് ലോർഡ്സ് ഡേ എന്നാണ്. അതുകൊണ്ട് കടകളൊന്നും തുറക്കുകയോ ജോലികളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ചർച്ചിൽ പോകാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിചാരമനുസരിച്ച് മിക്കവാറും എല്ലാവരും അവരവരുടെ ചർച്ചുകളിൽ ആ കാലത്ത് പോയിക്കൊണ്ടിരുന്നു. മനുഷ്യർക്ക് ഇപ്പോഴുള്ളതുപോലെയുള്ള ആ ധൃതിയോ പരവേശമോ ഒന്നും അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും മെറ്റീരിയലിസ്റ്റിക് അല്ലായിരുന്നു അന്ന്. മനുഷ്യർ ജോലിക്ക് പോവുക വരിക, അവർക്കുള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. വലിയ വീടുകൾ, വലിയ കാറുകൾ, അങ്ങനത്തെ ഉള്ള ചിന്തകൾ അന്ന് ഇത്രയും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കാലത്ത് മനുഷ്യർക്ക് പണവും കുറവായിരുന്നു. ഇപ്പോഴത്തേതനുസരിച്ച് ജോലി കുറവായിരുന്നു. ഓർത്ത് നോക്കിയാൽ അന്ന് മിനിമം വേജ് 1970 $99 ഉള്ളായിരുന്നു. അപ്പം ആ നാളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളം വളരെ വളരെ ദൂരെ ആയിരുന്നു എന്ന്. ഇപ്പോഴത്തെ പോലെ ഫോൺ വിളിക്കാനോ യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് കേരളം അടുത്ത, നമ്മൾ എവിടെ നിന്നാലും നമുക്ക് കേരളം കാണാം. ആ നാളുകളിൽ ഞങ്ങൾക്ക് സിറ്റിയിലോട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടുമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ട്രങ്കോൾ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം കണക്ഷൻ കിട്ടാൻ വേണ്ടി. അതുമാത്രവുമല്ല അന്ന് ഒരു മിനിറ്റിന് $4 അന്നത്തെ ചിലവ് ഫോൺ വിളിക്കാനായിട്ട്. നമുക്ക് ചിന്തിച്ച് നോക്കാൻ പോലും ഒക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ അന്ന് മിനിമം വേജ് $99 ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ ഒരു മിനിറ്റ് ഫോൺ നമ്മൾ ഇന്ത്യയിലോട്ട് വിളിക്കണമെങ്കിൽ $4 കൊടുക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത്. ഇപ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. കാരണം ഇത്രയും ദൂരം നമ്മൾ സെൽഫോൺ എടുത്താൽ ഫേസ് ടൈമോ ഏത് നോക്കിയാലും നമുക്ക് അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാം. എത്രയോ സന്തോഷം. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവിനോട് ഞാൻ ആദ്യം ഫോണിൽ സംസാരിച്ചത്. ഞാൻ ദൈവത്തെ വളരെ സ്തുതിച്ചന്ന്. എൻ്റെ പിതാവിൻ്റെ ശബ്ദം ഫോണിൽ കൂടെ ഒന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ 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 സന്തോഷം തോന്നി. ഇന്നെന്ന പോലെ ഞാനത് ഓർക്കുന്നു. ഏതാണ്ട് ഒരു 35 വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നാൾ മുമ്പേ അത് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ ഈ കാലത്ത് നമ്മളിതൊന്നും ചിന്തിക്കത്തില്ല. ഫോണോ ടെക്സ്റ്റോ ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് ആ കാലം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. എന്നാൽ ദൈവം ഓരോ സമയങ്ങളിലും നമുക്ക് അതാതിൻ്റെ അപ്ഡേറ്റ് തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതെല്ലാം കാണാനും അനുഭവിപ്പാനും ഉള്ളതായ ദൈവകൃപ എനിക്ക് തന്ന് ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. അതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ ചെറിയ പ്രായം മുതൽ സുവിശേഷ വേലയിൽ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു.
ഞാൻ ചെറുപ്പത്തിൽ മറ്റുള്ളവരോ കൂട്ടുകാരോടൊക്കെ സുവിശേഷം പറയാനുള്ളതായ ഒരു താല്പര്യം ചെറുപ്പം മുതലേ എനിക്കുണ്ടായിരുന്നു. ഞാൻ വെല്ലൂർ CMC പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെയും പിന്നെ എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സിനെയും ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായ ചർച്ചിൽ കൊണ്ടുപോവുകയും അവരവിടെ സുവിശേഷം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും പിൽക്കാലത്ത് ദൈവത്തെ അറിയുന്നതിനും ദൈവകൃപയിൽ വരുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ലോക്കൽ ചർച്ചിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരാൾ മാത്രമേ ജോലിയുള്ളായിരുന്നു. അത് മാത്രമല്ല, അന്ന് കിട്ടുന്ന ശമ്പളം മാത്രം ജീവിക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ നാളുകളിൽ റേഡിയോ പ്രോഗ്രാമോ അങ്ങനെയൊന്നും ക്രിസ്ത്യൻ ഇല്ലായിരുന്നു. എന്നാലും ഒരു റേഡിയോ സ്റ്റേഷനിൽ കൂടെ ഞാൻ എന്നും ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം കേൾക്കുമായിരുന്നു. അത് ഒരു പ്രിസൺ മിനിസ്ട്രി, അദ്ദേഹത്തിൻ്റെ പേര് ചാപ്ലിൻ റേ. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഞാൻ എല്ലാ ദിവസവും കേൾക്കും. എങ്ങനെയാണ് പ്രിസണേഴ്സിൻ്റെ ഇടയിലുള്ള മിനിസ്ട്രി, അവർക്ക് അവരുടെ ആവശ്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, ഈ പ്രിസണറിലുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം, അതിന് കേൾവിക്കാരെ എന്തുവേലും സഹായിക്കണം എന്ന് ഒരു ആഹ്വാനം ഉണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് കർത്താവേ, ഇവരെ എങ്ങനെയാണ് ഞാൻ സഹായിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഗ്രോസറി മേടിക്കാൻ പോകുമല്ലോ എല്ലാ ആഴ്ചയിലും, മേ ബി ഒരു ശകലം പണം അതിൽ നിന്ന് സേവ് ചെയ്താൽ എനിക്കത് അയച്ചു കൊടുക്കാമല്ലോ എന്ന്. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരാഴ്ച ഗ്രോസറിക്ക് $10 മതിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കാറില്ലായിരുന്നു. എൻ്റെ നെയ്ബറിൻ്റെ കൂടെ ഞാനന്ന് ഗ്രോസറി മേടിക്കാൻ പോകും. അപ്പോൾ ആ പോകുന്ന വഴിക്ക് പോകുമ്പോൾ ഞാൻ $10 വരെ $9 ഗ്രോസറി മേടിച്ചിട്ട് $1 സേവ് ചെയ്തു. അങ്ങനെ 10 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് $10 സേവ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ആ $10 ഒരു എൻവലപ്പിലിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു നമ്മൾ കറൻസി എൻവലപ്പിലിട്ട് അയക്കരുത്, മെയിലിൽ അയക്കാൻ പാടില്ല എന്നുള്ളത്. അത് എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാൻ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാൻ സാധിച്ചു. പിൽക്കാലത്ത് ദൈവം എനിക്ക് അതിൻ്റെ 1000 മടങ്ങ് ദൈവം എന്നെ അനുഗ്രഹിച്ചു ഭൗമികമായിട്ട്. എന്നാൽ അന്ന് ഞാൻ ഇപ്പോൾ ഓർക്കും, ആ വിധവയുടെ ഒരു കൊച്ചു കാശ് പോലെ ഞാൻ അന്ന് എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ശേഖരിച്ചു കൊടുത്തത് ദൈവം മാനിച്ചു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ആ കാലത്ത്. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പിൽക്കാലത്ത് ദൈവം ഞങ്ങൾക്ക് ജോലിയും എല്ലാം തന്നു ഭൗമികമായിട്ട് അനുഗ്രഹിച്ചപ്പോൾ ധാരാളം ആയിരക്കണക്കിന് $1 കൊടുത്ത് ദൈവവേലയെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. എനിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷമാണ് കൊടുക്കുക എന്നുള്ളത്. സന്തോഷം. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മൾ ദൈവത്തെ റോബ് ചെയ്യാതിരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അത് വേറെ ഒരു കാര്യം, എനിക്ക് ആദ്യം ജോലി കിട്ടിയപ്പോൾ എൻ്റെ ഗ്രോസ് ഇൻകത്തിൻ്റെ 20% എൻ്റെ കയ്യിൽ ചെക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഏറെ നാളുകൾ ചെയ്തു. അത് വളരെ അനുഗ്രഹമായിരുന്നു. അതിൻ്റെ ബാക്കി കൊണ്ട് ഞങ്ങൾക്ക് സമൃദ്ധിയായിട്ട് ജീവിപ്പാൻ സാധിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണ. കൊടുത്താൽ ലഭിക്കും എന്നുള്ളതിൻ്റെ നല്ല എക്സാമ്പിളാണ് ഞങ്ങളുടെ ജീവിതം. നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ദൈവം ആർക്കും കടക്കാനല്ല. നമ്മളൊന്ന് കൊടുത്ത് നോക്ക്, അന്നേരം അറിയാം അതിൻ്റെ അനുഗ്രഹം. ധാരാളമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ കാലങ്ങളിൽ ഞങ്ങൾ ഏതാണ്ട് 2000 തൊട്ട് ഭോപ്പാലിലൊരു മിനിസ്ട്രി ഉണ്ട്, സുസമാചാർ സേവാ മന്ദിരി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഡോക്ടർ ശമുവേൽ മത്തായിയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ അവിടെ പോയി സാക്രിഫിഷ്യലായിട്ട്. ഇവിടെ അവർ നല്ല ജോലിയും നല്ല പൊസിഷനും ഉണ്ടായിരുന്ന ആൾക്കാർ, അവരുടെ അതെല്ലാം കളഞ്ഞിട്ട്
ഭോപ്പാലിൽ പോയി വളരെ കഷ്ടപ്പെട്ട് സാക്രിഫിഷ്യലായിട്ട് അവർ അവിടെ സുവിശേഷ വേല ചെയ്തു. അപ്പം അത് ഞങ്ങൾ പോയി അവരെ കണ്ടു. അവരുടെ കൂടെ ചില ദിവസങ്ങൾ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവരെ സഹായിക്കണം, അവരുടെ കൂടെ പ്രവർത്തിക്കണമെന്നുള്ള വളരെ ആഗ്രഹം ഉണ്ടാവുകയും ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പിന്നെ വർഷങ്ങൾ തോറും പോവുകയും അവരുടെ വേലയിൽ അവരെ സഹായിക്കുകയും ചെയ്തു. ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ജോണിച്ചാൻ അവിടെ പോയി ഒരു 1.5 മാസം താമസിച്ച് അവിടെ അവർക്ക് റോഡ് വെട്ടണമായിരുന്നു. അതിനു വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി അവിടെ പോവുകയും താമസിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, ഞങ്ങളിവിടെ ടൊറൻറ്റോയിൽ ഒരു മിഷൻ വർക്കുണ്ട്, ടച്ചിങ് ദ വേൾഡ് എന്ന് പറഞ്ഞ കനേഡിയൻ പ്രവർത്തനമാണ്. പക്ഷെ അദ്ദേഹം ആ പ്രവർത്തനം മുഖാന്തരം ക്യൂബായ, ബെലീസ്, പിന്നെ ഗുവാട്ടമാല, ഈ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ പോകാനും അവരുടെ പ്രവർത്തനങ്ങളിൽ സംബന്ധിക്കുന്നതിനും അവരെയൊക്കെയും ഫൈനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ പലരും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ധാരാളമായിട്ട് സാക്രിഫിഷ്യലായിട്ട് ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ സന്തോഷത്തോടെയും നന്ദിയോടെയും ഓർക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം തുടർന്ന് ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. നമ്മളാൽ ആവോളം അതിനു വേണ്ടി ചെയ്യുകയും ചെയ്യാം. ഏത് സ്ഥലത്താണെങ്കിലും നമ്മളാൽ കഴിവത് ചെയ്യാൻ നമ്മൾ ഉത്സാഹിക്കണം. എൻ്റെ നെയ്ബേഴ്സിനൊക്കെ ഞാൻ സുവിശേഷം പറയുകയും നമ്മുടെ ട്രാക്സ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം നമ്മുടെ അയൽവക്കത്തുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ ആരെയൊക്കെ നമ്മൾ കാണുന്നോ ഇടപെടുന്നോ അവരോടൊക്കെ സുവിശേഷം പറയണമെന്നുള്ളതായ വലിയ താല്പര്യം എനിക്കുണ്ട്. ഞാനത് ഓരോ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് ഞാൻ ആരോട് എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ ഉള്ളത് പറയുകയും അതിനുള്ള വഴികളെ ഓരോ ദിവസവും തന്നുകൊണ്ടേ ഇരിക്കുന്നു. ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുന്നു അതിനു വേണ്ടി. എൻ്റെ ജീവിതത്തിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എനിക്കൊരു നല്ല ചൈൽഡ്ഹുഡായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ വളരെ സ്നേഹിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ ലോകത്തിലെ പിതാവ് എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ ഒരു ഇമേജ് ആയിരുന്നു. കാരണം എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അപ്പച്ചനോട് ചോദിച്ചാൽ എനിക്ക് ലഭിക്കുമെന്ന് അറിയാം. ചില സമയത്ത് അത് നല്ലതായിരിക്കും, ചില സമയത്ത് തന്നില്ലെന്നിരിക്കും. അതിനൊരു എക്സാമ്പിൾ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യൂണിഫോം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ച് നല്ല ഒരു സാറ്റിൻ പാവാട ഉടുത്തുകൊണ്ട് വന്നപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ തന്നെ ഒരെണ്ണം വേണമെന്ന്. അപ്പോൾ എൻ്റെ അപ്പച്ചന് പറഞ്ഞ് തരാം മോളെ, വാങ്ങിക്കാം, നമുക്ക് തയ്പ്പിക്കാം, തരാമെന്ന് പറഞ്ഞു. കുറച്ച് എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഇത് നനച്ച് ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ ഷൈനും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പിന്നെ ഓർക്കും, എൻ്റെ അപ്പച്ചന് അറിയാമായിരുന്നു അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ നല്ല കോട്ടൺ പാവാടകൾ എന്നുള്ളത്. അത് വാങ്ങിച്ച് തന്നു. എന്നാൽ മറ്റേ തന്നില്ല. കാരണം അറിയാമായിരുന്നു, അപ്പച്ചന് അറിയാമായിരുന്നു അതിൻ്റെ നല്ല വശവും അതിൻ്റെ തെറ്റായിട്ടുള്ള വശം. ഞാനത് ഒരിക്കലും മറക്കത്തില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ പറയാം, എൻ്റെ ദൈവത്തോട് ഞാൻ ചിലപ്പം ചിലത് ചോദിച്ചാൽ എനിക്ക് ലഭിക്കത്തില്ല. കാരണം ദൈവത്തിനറിയാതെ എനിക്ക് നല്ലതാണോ അഴുക്കാണോ എന്നുള്ളത് അതെൻ്റെ ജീവിതത്തിൽ ഒരു പാഠമായിട്ട് തീർന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ അധികം ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം വരും, അല്ലെ എൻ്റെ അപ്പച്ചൻ പറഞ്ഞാൽ കാര്യം സാധിക്കുമെന്നുള്ള വലിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തുവേലും പ്രത്യേക ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളോ ഏത് വന്നാലും പാസ്റ്ററെ വിളിക്കും, പ്രാർത്ഥിക്കും, സൗഖ്യം വരും. ഞങ്ങളുടെ കൊച്ചുമോന് കാലിന് പ്രയാസമായിട്ട് അവന് എമർജൻസി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവർ എക്സ്റേയും ഒക്കെ എടുത്ത് കാലിൻ്റെ എന്താണെന്ന് ശരിക്കറിയത്തില്ല. ഇനി അടുത്ത ദിവസം കൊണ്ടുചെല്ലാനാ പറഞ്ഞ്
ഇങ്ങ് വിട്ടു. എന്നാൽ ഞങ്ങൾക്ക് ടൊറൻറ്റോയിൽ പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ പാസ്റ്ററുടെ വീട്ടിൽ പോകുന്ന വഴിക്ക് കയറി പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയ വഴിക്ക് പാസ്റ്ററുടെ വീട്ടിൽ കയറി പാസ്റ്റർ പ്രാർത്ഥിച്ചു. കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ടൊറൻറ്റോയ്ക്ക് പോയി. ഞങ്ങൾ ടൊറൻറ്റോയിൽ ചെന്ന് അവൻ കാറിൽ നടന്നിറങ്ങി വീട്ടിൽ പോയി. പിന്നെ അവന് യാതൊരു പ്രയാസവും ഞങ്ങൾ പോരുന്ന വരെയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇതിനൊരു ഏതോ സ്പെഷ്യൽ വൈറൽ ഇൻഫെക്ഷനാണ്, ഇത് സാധാരണഗതിയിൽ ഒരാഴ്ചയെടുക്കും ഇത് സൗഖ്യമാകാനായിട്ട് എന്നെല്ലാം ഉള്ള വിവരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചു, ദൈവം പരിപൂർണ്ണ സൗഖ്യം കൊടുത്തു. അവൻ ഇവിടുന്ന് ടൊറൻറ്റോയിൽ പോയപ്പം മുതൽ ഒരു പ്രയാസവുമില്ലാതെ അവന് ഓടി നടക്കുന്നതിനിടയായി തീർന്നു എന്ന് പറയാൻ ഇടയായി തീർന്നു. അപ്പം കുഞ്ഞുങ്ങൾക്കുള്ള അസുഖങ്ങൾ വന്നാലോ ആർക്ക് പ്രത്യേക അസുഖങ്ങൾ വന്നാലോ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ആദ്യത്തെ റിസോഴ്സ്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ധാരാളം ആപത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ ആദ്യം വന്ന കാലത്ത് ഞങ്ങൾ ഒരാളെ ജോലിയുള്ളായിരുന്നു. അപ്പോൾ ഒരാഴ്ച കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞങ്ങൾ ആഴ്ച ജീവിക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വന്ന് 1 വർഷമായില്ല അതിന് മുമ്പേ ഞങ്ങളുടെ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകൻ ജനിച്ച് അവൻ ഇച്ചിരി പ്രീമച്യൂറായി വെയിറ്റ് കുറഞ്ഞത് കൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടെ കിടത്തേണ്ടതായിട്ട് വന്നു. ആ നാളുകളിൽ ഈ ദേശത്തുള്ള സ്ത്രീകളാരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയില്ലായിരുന്നു. അന്ന് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ആരും അത് എൻകറേജ് ചെയ്യുകയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലയളവായിരുന്നു. ആർക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയെ ഇവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് അവരോട് പറയുകയും അത് ചെയ്യാൻ എല്ലാം പ്ലാൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ മോന് വെയിറ്റ് കുറഞ്ഞത് കൊണ്ട് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടെ കിടക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കത് സാധിച്ചില്ല. അതിനു വേണ്ടി അവരെനിക്ക് പിന്നെ പാല് കുറയാനുള്ള ഇഞ്ചക്ഷനും ഒക്കെ തന്ന് ഞാനിങ്ങ് വീട്ടിൽ പോന്നു. അതിന് ശേഷം കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് അവന് ഫോർമുല മേടിക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി അങ്ങ് പോയി. ജോലി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ കൊച്ചു കുഞ്ഞുണ്ട്, അവന് ഫോർമുല മേടിക്കണമെങ്കിൽ ഇനിയും പണം വേണമല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമയമാണത്. കാരണം ജീവിക്കാനുള്ള വഴിയില്ലല്ലോ. അതുകൊണ്ട് ദൈവമേ എൻ്റെ ആവശ്യങ്ങൾ നൽകി തരണേ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് അന്ന്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ ഹസ്ബൻഡിന് ഏതാണ്ട് 20 ദിവസം കഴിഞ്ഞപ്പോൾ അതിനേക്കാളും നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും ശമ്പളം കൂടുതലുള്ള നല്ലൊരു ജോലി ലഭിക്കുന്നതിനിടയായി തീർന്നു. അതിനുശേഷം ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള സ്ട്രഗിളോ പ്രോബ്ലമോ ഉണ്ടായിട്ടില്ല. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചുള്ളതായ അവരുടെ പ്രയാസങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പോൾ എനിക്ക് ഭൗമികമായിട്ടുള്ള വലിയ പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പാഴ്സനേജിൽ താമസിക്കുന്നവരെ കുറിച്ചോ സാമ്പത്തിക സൗകര്യമില്ലാത്തവരെ കുറിച്ചോ എനിക്ക് അത്ര വലിയ അറിവില്ലായിരുന്നു. ആ ഒരു സാഹചര്യം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അവരെക്കുറിച്ചുള്ളതായ അറിവ് ആ രീതിയിൽ കൊടുക്കാനുള്ളതായ ഒരു പ്രത്യേക താല്പര്യം എന്നിലുണ്ടാകുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. അതുപോലെ ദൈവം എന്നെ തന്നെ ആ കാലത്ത് നമുക്ക് ഈ സെൽഫോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാർ വഴിയിലെങ്ങാനും സ്റ്റക്കായിപ്പോയാൽ നമ്മളവിടെ ആരുടെയെങ്കിലും സഹായത്തോടല്ലാതെ നമുക്ക് സാധിക്കത്തില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡിട്രോയിഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഡിട്രോയിഡ് USA. അപ്പം ഞാൻ എന്നും പോയി വരികയായിരുന്നു. ഒരു സമയത്ത് അവിടെ ഹൈവേയിൽ
ഈ വിൻ്റർ ടൈമിൽ ഒരു ജാനുവരി 10 അന്ന് ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ ദിവസമാണ്. അപ്പം എൻ്റെ കാർ ആ ഹൈവേയിൽ സ്റ്റക്കായി, അവിടെ കേടായിപ്പോയി. പക്ഷേ നമുക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല, കാരണം അത് ഹൈവേ ഇല്ല, നമുക്ക് അവിടെ എക്സിറ്റോ അങ്ങനെ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല. റോഡിൽ നമ്മൾ സ്റ്റക്കായ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ നമുക്ക്. ഞാൻ കാറ് കുറച്ച് നേരം ഇരുന്നു, അപ്പം തണുത്തു. അതൊരു സാറ്റർഡേ മോർണിംഗാണ്. സാറ്റർഡേ മോർണിംഗ് ഞാൻ ഇവിടെ ജോണിച്ചാൻ വിചാരിക്കത്തില്ല, ഞാൻ പോയല്ലോ, ജോലിക്ക് പോയല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് സാറ്റർഡേ മോർണിംഗ് ദേ സ്ലീപ്പ് ഓവർ. സോ ഞാൻ അവിടെ തണുപ്പത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ നാം തണുത്ത് മരച്ച് പോകും, അതുകൊണ്ട് അങ്ങ് ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ ആരെങ്കിലും വണ്ടിക്കാർ നിർത്തുമായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ട്രക്ക് അയാൾ വന്ന് എൻ്റെ അരികെ നിർത്തി വിവരങ്ങളെല്ലാം ചോദിച്ചു. അദ്ദേഹം എന്നെ തിരിച്ച് കാറെ കൊണ്ടുപോയി. എൻ്റെ കാറ് ഹൈവേയിൽ നിന്ന് പുഷ് ചെയ്ത് ഒരു ഗരാജിൽ കൊണ്ടുപോയി അത് നന്നാക്കി. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ എനിക്ക് ഇത്രയും വല്ല ഉപകാരം ചെയ്തു തന്നല്ലോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം അൺയൂഷ്വലായിട്ട്, ആ ഡിട്രോയിറ്റിൽ ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഒരു 6'3" കൗബോയ് ബൂട്ട്സും ഹാറ്റും ധരിച്ച ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ഇത്രയുമുള്ള ജീവിതത്തിൽ ഡിട്രോയിറ്റിൽ കണ്ടിട്ടില്ല. എന്നാൽ ഞാനിപ്പോഴും ഓർക്കുന്നു, ചിലപ്പം ദൈവത്തിന് തോന്നുന്നു എന്നെ സഹായിക്കാൻ വേണ്ടി അന്ന് അയച്ചതായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ അന്ന് ക്ഷേമമായിട്ട് വീട്ടിൽ വന്നു ചേരുന്നതിനിടയായി തീർന്നു. അത് ദൈവത്തിൻ്റെ മഹാകരുണയെന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള സംഭവങ്ങൾ ഓർമ്മയിലുണ്ട്. ദൈവം എല്ലാറ്റിനും മതിയായവൻ. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന എന്താണോ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വചനത്തെ വായിച്ചതുമാണ്, നമ്മുടെ ജീവിതം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ദൈവം അറിയുന്നു. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന, കർത്താവേ, അവിടുന്ന് എഴുതി വച്ചിരിക്കുന്ന അവിടുത്തെ വഴികളിൽ കൂടെ മാത്രം നടന്ന് നല്ല അന്ത്യം പ്രാപിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ 2021 ഏപ്രിൽ മാസം 12 എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞങ്ങൾ 51 വർഷം കുടുംബജീവിതം ഒന്നിച്ച് സന്തോഷത്തോടെ എല്ലായിടത്തും പോവുകയും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുകയും ചെയ്ത എൻ്റെ പ്രിയ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ അതിനു മുമ്പ് ഞാൻ 21 തുടങ്ങിയ സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ദൈവവചനം കാണാതെ പഠിക്കുക ഈ വർഷം. കാരണം ഈ അടുത്ത നാളുകളിൽ ഞാൻ ദൈവവചനം കാണാതെ പഠിക്കാൻ നോക്കിയിട്ടുള്ളപ്പോഴൊന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 2021 വർഷം തുടങ്ങിയ ദിവസം മുതൽ പല വാക്യങ്ങൾ ദൈവം എനിക്ക് കാണാതെ പഠിക്കാൻ സാധിച്ചു. ഞാൻ ആദ്യം പഠിച്ച വാക്യം യെശയ്യാ പ്രവചനം 41 അധ്യായം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ എൻ്റെ വലങ്കരം പിടിച്ച് നിന്നെ നടത്തുമെന്നുള്ളതായ ആ വാക്യം. അതിനുശേഷം ഫിലിപ്പി ലേഖനം 4:6, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ എന്നുള്ള, അങ്ങനെ പല വാക്യങ്ങൾ എനിക്ക് പഠിക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചുപോയ സമയത്ത് എനിക്ക് ഈ വാക്യങ്ങൾ എന്തോരാശ്വാസവും സമാധാനവും തന്നു. അന്ന് മാത്രമല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വഴി നടത്തുന്നു. ഞാനിപ്പം തനിയെ ഭവനത്തിൽ താമസിക്കുന്നു എങ്കിലും ഞാൻ തനിയെയല്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം എന്നെ ദിവസം തോറും അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം ഇത്രത്തോളം നമ്മളെ വഴി നടത്തി. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മളെ കുടുംബജീവിതം നയിക്കണം, കുഞ്ഞുങ്ങളെ വളർത്തണം,
അവർ നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ല ജോലി ലഭിക്കണം, അതെല്ലാമാണ് നമ്മളുടെ ആഗ്രഹം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം പെട്ടെന്നങ്ങ് കടന്നു പോകും. കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുന്ന കാലത്ത് നമ്മൾ ധാരാളം ജോലി ചെയ്ത് അവർക്ക് പണമുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കരുത്. അതിനേക്കാൾ ഉപരി നമുക്ക് എത്ര സമയം അവരോടുകൂടെ ചെലവഴിക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. കാരണം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും. അവർ അവസാനം ചോദിക്കത്തില്ല നമ്മളോട്, ഓ എനിക്ക് ഇന്നത് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്നല്ല, എൻ്റെ കൂടെ നിങ്ങൾ സമയം ചെലവഴിച്ചില്ലല്ലോ എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അവർ ചെറുതായിരിക്കുന്ന കാലത്ത് ഇച്ചിരി പണം കുറച്ച് ശേഖരിച്ചാലും നമ്മൾ അവരോടുകൂടെ സമയം ചെലവഴിക്കണം. കാരണം അവസാനം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെയും പോകുകയും വേണ്ടിയത് ഒരു നേരത്തെ ഭക്ഷണം, ഒരു സ്ഥലം കിടന്നുറങ്ങാൻ വേണ്ടി. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ബാങ്ക് ധാരാളം പണം ഉണ്ടെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. എന്നാലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം നമ്മൾ പ്രായമായി കഴിയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. എത്ര പണം ഉണ്ടാക്കിയാലും അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീയ കാര്യത്തിൽ, ഭൗമിക കാര്യത്തിൽ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരെ ദൈവകൃപയിൽ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, അവരെ ദൈവവചനം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളായിരുന്നാലും ഈ നാളുകളിൽ നമ്മുടെ മറ്റുള്ളവരോട് നമ്മൾ സുവിശേഷം പറയണം. മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, കരുതണം, അതായിരിക്കണം നമ്മളുടെ ചിന്ത. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കണം. നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കി ജീവിച്ചാൽ നമുക്ക് തന്നെ സന്തോഷക്കുറവാണ് വരാൻ പോകുന്നത്. നമ്മൾ ദൈവകാര്യങ്ങളെക്കുറിച്ചും ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ചിന്തിച്ചാലും ദൈവം നമുക്കതിനുള്ള കഴിവും അതിനുള്ള സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരും. മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണണം. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ ആരോടെങ്കിലും നമ്മൾ തിന്മയായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് നമ്മൾ അവരോട് ക്ഷമിക്കാൻ പഠിക്കണം. നമ്മളാവോളം മറ്റുള്ളവരെ കരുതാൻ നമ്മൾ ചിന്തിക്കണം, അതിന് പ്രവർത്തിക്കണം. പലപ്പോഴും നമുക്കതിനുള്ള സാധ്യതയില്ല. നമ്മൾ ദൈവമക്കളാണെന്ന് പറയും, എന്നാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളതായ ഒരു മനസ്സ് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ദൈവം നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള കഴിവ് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ സ്വന്തം വിവേകത്തിന് ഊന്നാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിക്കാനുള്ള കഴിവ്, കൃപ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇത്രത്തോളം ഇങ്ങനെയൊരു സമയം നൽകി തന്ന പാസ്റ്റർ ഷിനുവിന് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.